ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ പക്കവടയാണ് കേട്ടോ അത്. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ പക്കവട ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ കുറച്ച് സീക്രട്ട് ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടലമാവ് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പക്കവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ പക്കവട. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചിയാണ്. പിന്നെ കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി പച്ചമുളകാണ്. അപ്പോൾ ഞാൻ വലിയൊരു പച്ചമുളക്, നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എരിവില്ലാത്തതൊക്കെ ആണെങ്കിൽ 2 3 ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞു സവാള അതുപോലെ കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ചെറിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സവാള ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുമ്പോഴാണല്ലോ കൂടുതൽ സവാള ചേർക്കുക. പിന്നെ നല്ലൊരു കളറിന് വേണ്ടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പക്കവടക്ക് നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. തൈരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നുമില്ല, ഒരു പിഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പക്കവടക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കായപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി, അതും ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം ബാക്കി ഫുള്ള് വെള്ളവും ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത ഈ അളവിൽ 3/4 കപ്പ് വെള്ളം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും കേട്ടോ, ലൂസായിട്ടുള്ളൊരു ബാറ്റർ അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പക്കവട ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. നമ്മൾ തൈരും അതുപോലെ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്പൂൺ വേണം കേട്ടോ നമ്മൾ കോരിയിട്ട് എണ്ണയിലേക്ക് ഒഴിക്കാൻ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പക്കവട കണ്ടിട്ടില്ലേ, കുഞ്ഞതായിരിക്കും. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് കോരിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെയുള്ള ചെറിയ സ്പൂൺ വേണം നമ്മൾ കോരിയെടുക്കാൻ. സ്പൂൺ നിറച്ചൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു ഇച്ചിരി ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്, അതുപോലെ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ, കാരണം കടലമാവൊക്കെ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ഉള്ളിൽ വേവാത്ത പോലെ ഉണ്ടാവും. പിന്നെ അധിക സമയമൊന്നും വേണ്ട കേട്ടോ, പക്കവട പെട്ടെന്ന് ഫ്രൈ ആവും, കാരണം നമ്മൾ ചെറുതായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. എന്നിട്ട് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കവട ഒട്ടും എണ്ണ കുടിക്കില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പക്കവടയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പമാണല്ലോ, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് തന്നെയാണ് പക്കവട. അപ്പോൾ നമ്മുടെ പക്കവട ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് അളവ് എടുത്തിട്ടുള്ളൂ, പക്ഷെ അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പുറമെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയിയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്